ഹായ് നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ വെക്കാൻ പറ്റുന്നൊരു വൈഫൈ ക്യാമറയെക്കുറിച്ചാണ്. വൈഫൈ ക്യാമറയോ, അതെന്നാ ഒരു പ്രത്യേകതരം ക്യാമറയാണോ എന്ന് പലർക്കും ഒരു സംശയം വരും. അല്ല, വൈഫൈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വയർ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീരിയോയിലോട്ടോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ പോലും നമുക്ക് ഡിസ്പ്ലേ, അതായത് എവിടെയാണോ ക്യാമറ വെക്കുന്നത് ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് അതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഐറ്റം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്തേക്കാം. വലിയ അൺബോക്സിംഗ് ഒന്നുമില്ല. 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒന്ന് വരുന്ന നമ്മുടെ ക്യാമറ, ആസ് യൂഷ്വൽ നമ്മുടെ ക്യാമറയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറയുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു കണക്ടർ വരുന്നുണ്ട്. ഒരു ചെറിയ വൈഫൈയുടെ ആൻറ്റിന പോലത്തെ ഒരു സാധനം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ലൈൻ വരുന്നത്. ഇതിനകത്ത് ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്, അതായത് റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്, ഒരു യെല്ലോയും കൂടെ വരുന്നുണ്ട്. ഒരു പാർക്കിൻ്റെ വയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, പാർക്കിംഗ് ലൈൻ. ആ ലൈനിലോട്ട് കറണ്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ അന്നേരം ഇത് ഓൺ ആവുന്ന രീതിക്കാണ്. പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിലോട്ട് കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോണം. നമുക്കിവനെ ഒന്ന് തുറക്കാം. യെസ്, എന്നിട്ട് ഈ ഒരു ലൈനാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഈ ലൈൻ കണക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ റിവേഴ്സ് ലൈനിലോട്ട് മാത്രം, അതായത് നമ്മുടെ റിവേഴ്സ് ലൈറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് എടുക്കാം, കോമൺ ആയിട്ട് ഒരു നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അത് കഴിഞ്ഞ് ഇത് നേരെ നമ്മുടെ ക്യാമറ എവിടെയാണോ വരുന്നത് ആ ക്യാമറ വെച്ചതിന് ശേഷം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 2 ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ തമ്മിൽ കോയിൻസൈഡ് ചെയ്യണം. ആ കോയിൻസൈഡ് ചെയ്യുന്ന രീതിക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഞാൻ ഏതായാലും ഇത് വാഹനത്തിൽ പിടിപ്പിക്കുന്നില്ല, കാരണം വാഹനത്തിൽ ക്യാമറ പിടിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പലരും അത് കണ്ടിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഞാൻ ഫോണിലോട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് ഫോണിൽ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. ഇവിടെ വെച്ച് തന്നെ വർക്ക് ചെയ്യിച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പം പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ കാറിൻ്റെ ബാറ്ററിയിൽ നിന്ന് വരുന്ന അതേ ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. 12 വോൾട്ടാണ് വരുന്ന ഔട്ട്പുട്ട്. അപ്പം ഈ ഒരു ക്യാമറ നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്ത് ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 പോയിൻറ്റ്സ് വെച്ച് കോയിൻസൈഡ് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ 3 ലൈൻസാണ് വരുന്നത്. ഒന്ന് പോസിറ്റീവ്, ഒരു നെഗറ്റീവും. അതിലോട്ട് നമ്മളിപ്പോൾ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഒന്ന് വയർ സ്ലീവ് ചെയ്തെടുത്തു. യെസ്, അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ലൈനിലോട്ട് ഞാൻ ഈ ഒരു പ്രോബ് കൊടുക്കുകയാണ്. നെഗറ്റീവ് ലൈനിലോട്ട് ഞാൻ ഈ ഒരു പ്രോബും കൊടുക്കുകയാണ്. യെസ്, ഇപ്പം നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കുക. ഇനി ഞാൻ നമ്മുടെ മൊബൈലിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് എടുക്കുകയാണ്. ഞാൻ ആപ്ലിക്കേഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. W കാർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. W കാർ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തോളാം. ഈ കാണുന്ന W കാറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം വൈഫൈ ഒന്ന് കണക്ട് ചെയ്യണം. ഞാൻ വൈഫൈ എടുത്തു. ഇതിനകത്ത് ഇത് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇതിനകത്ത് W കാർ എന്ന് പറഞ്ഞൊരു വൈഫൈ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അല്ലേ. W കാർ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന W കാർ. ഓക്കെ, അത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. കണക്റ്റഡ് ടു ഡിവൈസ് കനോട്ട് പ്രൊവൈഡ് ഇൻ്റർനെറ്റ്. നെറ്റില്ല. ഓക്കെ, നോ പ്രോബ്ലം. ശരി, അതെടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് പോവാം. അങ്ങനെ അതിപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോ ഇൻ്റർനെറ്റ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇൻ്റർനെറ്റ് വേണ്ട, പ്രശ്നമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുകയാണ്. W കാർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പം അതിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ തലതിരിഞ്ഞാണ് വരുന്നത്. യെസ്, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ വീഡിയോയുടെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയറും ഇല്ലാതെ വയർലെസ് ആയിട്ട് വൈഫൈ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന് നെറ്റോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എടുക്കാൻ സാധിക്കും. ഇനി അഥവാ ടാബ്, നമ്മുടെ മലയാളം ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള അജിത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാബ് യൂസ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ പൈസ കളയാതെ, അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 9 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ആ റേഞ്ച് മുടക്കാതെ നമ്മുടെ വീട്ടിലുള്ളൊരു ടാബ് വെച്ച് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അതായത് കാറിലോട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതുപോലെ തന്നെ നമുക്കൊരു ക്യാമറ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാബിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്കകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറമാൻ ഇവിടെയുണ്ട്, നമ്മുടെ ക്യാമറാസ് ഇവിടെയുണ്ട്. ഇപ്പോൾ ചുറ്റും നടക്കുന്ന ഇങ്ങനെ കാണിച്ചില്ലല്ലേ. നമ്മുടെ ക്യാമറമാൻ ഇവിടെയുണ്ട്, നമ്മുടെ ക്യാമറാസ് ഇവിടെയുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന ആൾക്കാരെല്ലാം കാണാൻ സാധിക്കും. കാണാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഇനി എന്നെ കണ്ടില്ലെന്ന് വേണ്ട, എന്നെ കാണാം.
യെസ്, അപ്പോൾ എന്നെയും കണ്ടു. ഇങ്ങനെയാണ് ഈ സംഭവം. വലിയ വിലയൊന്നും വരുന്നില്ല, 2200 രൂപ. പക്ഷേ ഒരു ക്യാമറ, നോർമൽ ക്യാമറയുടെ റേറ്റേ വരുന്നുള്ളൂ. ഞാൻ നോക്കിയെടുത്തോളം 2200 രൂപയ്ക്ക് കുഴപ്പമില്ല. ക്ലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ വൈഡ് ആംഗിളാണ്. 170 ഡിഗ്രി സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ ആംഗിൾ വരുന്നത്. ഇത് അത്യാവശ്യം അധികം സാമ്പത്തികം മുടക്കാതെ നമുക്കൊരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ്. ആദ്യം വയറോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയോ വേണ്ട. അധികം വയറൊന്നല്ല, വയറൊന്നും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. എല്ലാം ബാക്കിൽ തന്നെ നമുക്ക് തീർക്കാനുള്ള കാര്യം മാത്രം വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എഫക്റ്റീവാണ്. ക്യാമറ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ നോർമൽ ക്യാമറാസിനെ അപേക്ഷിച്ച് അത്രയും പക്കയാണെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഓക്കെ ക്ലാരിറ്റി. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്ത്, ഇതുപോലെ ഒരു 12 വോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. വാഹനത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് വാഹനത്തിൻ്റെ റിവേഴ്സ് ലൈനിൽ നിന്ന് വരുന്ന ബൾബിലോട്ട് പോകുന്ന പോസിറ്റീവ് നിന്നും എടുക്കാൻ, നെഗറ്റീവ് എവിടെയെങ്കിലും ഗ്രൗണ്ട് ചെയ്താൽ മതി. ഇത് ഞാൻ വാഹനത്തിൽ വെച്ച് കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, പല വീഡിയോസിലും ഞാനിത് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പിന്നെയും കാണിക്കാത്തത്. അതിൻ്റെ ഞാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ലിങ്കും കൂടെ എല്ലാവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഹായ് എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ പറയുന്ന ഇതുപോലെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്, സൗണ്ട് റെക്കോർഡ് ആകത്തില്ല. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ ഭാഗങ്ങളും ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. പോസ് ചെയ്തു. ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് തന്നെയാണ് ഇത് സേവ് ആകുന്നത്. വീഡിയോസ്, യെസ്, ഇപ്പം നമ്മൾ കണ്ട ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, നമുക്ക് അങ്ങനെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ സംഗതി അടിപൊളിയാണ്, വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐറ്റം കൊള്ളാം. ക്ലാരിറ്റി വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ് ക്ലാരിറ്റി മാത്രം പറയാനുള്ളൂ. ഭയങ്കര വലിയ ക്ലാരിറ്റി എന്ന് പറയാനില്ല. കാരണം ഞാൻ ചെയ്യുന്ന അത്യാവശ്യം ക്യാമറാസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വൈഡ് ആംഗിൾ ഫിഷ് ഐ ക്യാമറാസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലാരിറ്റി വൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഓക്കെ അല്ല. എന്നാൽ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, ഒരു 2200 രൂപ എന്നൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നഷ്ടവും പറയാനില്ല. ആ ഒരു റേഞ്ചിൽ ലാഭമാണ് ഒരു വൈഫൈ ക്യാമറ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. സാധനം നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കുന്നതാണ്.